ശാന്തി. ഇന്ന് നമുക്ക് പുതിയൊരു കഥാപാത്രത്തെ രാമായണത്തിൽ പരിചയപ്പെടാം. കബന്ധൻ. കബന്ധന്റെ കഥ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ മോളോ? ഇല്ല. അപ്പൊ ഇന്ന് നമുക്കത് കേൾക്കാം. രാമനും ലക്ഷ്മണനും സീതയെ തെരഞ്ഞു നടക്കുക. കാരണം സീതയെ കൊണ്ടുപോയില്ല രാവണൻ. അപ്പൊ രണ്ടാളും കൂടി കാട്ടിലൂടെ സീതാന്വേഷണം നടത്താണ്. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ കബന്ധന്റെ കൈകൾക്കുള്ളിൽ പോയിട്ട് പെടും. കബന്ധൻ എന്ന് പറഞ്ഞാല് തലയില്ലാത്തൊരു ജീവി. തലയില്ല, കാലുമില്ലേ, കണ്ണുമില്ലേ. ബാക്കി എന്താ? ഒരു മദളം പോലൊരു വയറുണ്ട്. ആ വയറ്റിൽ തന്നെയാണ് വായ. പിന്നെ ഉള്ളത് 2 കൈകളാണ്. ആ 2 കൈകൾക്കാണെങ്കിലോ യോജനകളോളം നീളാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക. അങ്ങനെ ഒരു രൂപം. കാലുമില്ല, തലയില്ല, വയറ്റിൽ തന്നെ വായയും 2 വലിയ കൈകൾ. അപ്പൊ ഇത്രയും നീളമുള്ള കൈകൾക്ക് 2 ഉള്ളം കൈയിൽ പോയിട്ട് പെട്ടു. ഇവർ രണ്ടാളും തൂക്കി എങ്ങനെ എടുക്കുകയാണ് ഇവർ രണ്ടാളെ വിഴുങ്ങാൻ വേണ്ടിയിട്ട്, കഴിക്കാൻ വേണ്ടിയിട്ട്. ആ രൂപത്തെയാണ് കബന്ധൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതിലൂടെ നമുക്ക് ആദികവി നൽകുന്ന സന്ദേശം എന്താണ്? തലയില്ലാത്തൊരു രൂപം. തലയില്ല പറഞ്ഞ ബുദ്ധിയില്ല, ചിന്താശേഷിയില്ല. അപ്പൊ ചിന്താശേഷിയില്ലാത്ത മനുഷ്യ സമൂഹത്തെയാണ് കാണിക്കുന്നത്. വീണ്ടും വിചാരമില്ലാത്തവര്. ഏത് കാര്യത്തിലും നല്ല രീതിയിൽ ചിന്തിച്ച് നല്ല തീരുമാനം എടുത്ത് പ്രവർത്തിക്കാൻ അറിയാത്തവരെയാണ് എന്ത് പറയണേ? കബന്ധൻ. തലയില്ല. നമ്മൾ പറയല്ലേ തലയില്ല, തലയിലൊന്നുമില്ല, അല്ലെങ്കിൽ തലയില്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ബുദ്ധിയില്ല, വിവേകമില്ല. ആ വിവേകശൂന്യതയാണ് തലയില്ല എന്ന് പറയണത്. പിന്നെ അടുത്തത് എന്താ? കണ്ണുകളില്ല. കണ്ണുകളില്ല പറഞ്ഞാൽ തന്നെ എന്താ? കാഴ്ചയില്ല. ഇരുട്ടില് ജീവിക്കുകയാണ്. അപ്പൊ ആരാണോ അജ്ഞാനത്തിന്റെ അന്ധകാരത്തിൽ ജീവിക്കുന്നത്? ഇരുട്ടില് ജീവിക്കർത്ഥം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരുടെ തലയും ഉണ്ട്, എല്ലാവർക്കും കണ്ണുകളും ഉണ്ട്. പക്ഷെ ഇന്നില്ലാത്തത് എന്താണ്? കാഴ്ചപ്പാട്. നല്ല കാഴ്ചപ്പാടുകളാണ് ഇല്ലാത്തത്. കണ്ണുണ്ട്, കാണുന്നുമുണ്ട്. പക്ഷെ നല്ലത് കാണാൻ, നല്ലത് കേൾക്കാൻ, നല്ലത് പറയാൻ, നല്ലത് ചിന്തിക്കാൻ, നല്ല തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത്. ആ നഷ്ടപ്പെട്ട കഴിവിനെയാണ് ഇരുട്ടായിട്ട് കാണിക്കുന്നത്. കാഴ്ചയില്ലായ്മ, കണ്ണില്ലായ്മ എന്ന് പറയണേ. അപ്പൊ ശരിക്കും പറഞ്ഞാ ഭഗവാൻ നമുക്ക് ഈ രാമായണ മാസാചരണം തന്നെ അപ്പൊ എന്തിനാ വെച്ചിരിക്കണേ? കണ്ണ് തരാനാ, തല തരാനാ. തല തരുക അർത്ഥം സദ്ബുദ്ധി, കണ്ണ് തരുക അർത്ഥം നല്ല കാഴ്ചപ്പാട്. അതാണ് ആധ്യാത്മിക ജ്ഞാന യോഗ മാർഗത്തിലൂടെ നമുക്ക് കിട്ടണം. പിന്നെ അടുത്തതെന്താ? വലിയൊരു വയറ്. അതായത് അന്നവിചാരം മുന്ന വിചാരം എന്ന് പറയില്ലേ? കഴിക്കുക, കുടിക്കുക, ഉറങ്ങുക. ഇതന്നെ ജീവിതം. ജീവിതത്തിന് വേറെ അർത്ഥമൊന്നുമില്ല. കഴിക്കുക, കുടിക്കുക, അല്ല കല്യാണം കഴിക്കുക, കുട്ടികളെ ജനിപ്പിക്കുക, വളർത്തുക, പിന്നെ എൻ്റെ പിന്നാലെ ഓടുക, വളർത്താൻ വേണ്ടി സമ്പാദിക്കുക, പിന്നെ മരിക്കുക ക്ഷീണിക്കുമ്പോൾ. കേവലം ഈ ഉപഭോഗ സംസ്കാരത്തെയാണ് കാണിച്ചിരിക്കുന്നത്. അതാണ് നീണ്ട കൈകൾ. സാധാരണ പറയില്ലേ കൈക്കോട്ട് പോലെയുള്ള സ്വഭാവം. എല്ലാം ഇങ്ങോട്ട് പോരട്ടെ, ഇങ്ങോട്ട് പോരട്ടെ, ഇങ്ങോട്ട് പോരട്ടെ, എല്ലാം എനിക്ക് 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 എൻ്റെ കുടുംബത്തിന് എനിക്ക് മാത്രം, എനിക്ക് മാത്രം, എല്ലാം എനിക്ക് ഭോഗിക്കാനുള്ളതാണ്. അതാണ് നീണ്ട കൈയും വലിയ വയറും. അങ്ങനെ കഴിച്ച് 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 വയറ് വീർപ്പിച്ചുകൊണ്ടിരിക്കുക. വയറ് വീർപ്പിക്കുക അർത്ഥം എന്താണ്? ഉപഭോഗം ചെയ്ത് 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 അല്ല ഒരു ഭോഗവസ്തുവായിട്ട് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പറയില്ലേ ഇന്നത്തെ കാലഘട്ടം തന്നെ, കലിയുഗ കാലഘട്ടം ഉപഭോഗ സംസ്കാരം എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ സംസ്കാരത്തിന്റെ പേരതാണ്. നമ്മുടെ സംസ്കാരം എന്തായിരുന്നു? ദേവി ദേവതാ സംസ്കാരം. ശ്രീരാമന്റെയും ശ്രീ സീതയുടെയും ശ്രീകൃഷ്ണന്റെയും ശ്രീ രാധയുടെയും സംസ്കാരം സത്യത്രേതൈകത്തിൽ നമ്മുടെ ഈ നാട്ടില്, നമ്മുടെ ഈ ഭാരത മണ്ണിൽ ഉണ്ടായിരുന്നത് ദൈവിക സംസ്കാരം. പക്ഷെ ഇപ്പോ ഉപഭോഗ സംസ്കാരം. ഭോഗിക്കുകയാണ്. കണ്ണിലൂടെയും ഭോഗിക്കുക, കാതും നാവും എല്ലാ കർമ്മേന്ദ്രിയം കൊണ്ടും മാക്സിമം എല്ലാം ഇങ്ങോട്ട് വലിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിലേത് കഴിക്കാൻ പാടുണ്ട്, കുടിക്കാൻ പാടുണ്ട്, ചെയ്യാൻ പാടുണ്ട്, ചിന്തിക്കാൻ പാടുണ്ട്, ഈ ഒരു ഫിൽറ്ററിങ് ഒന്നുമില്ല. എല്ലാം പോരട്ടെ ഇങ്ങോട്ട്.
എല്ലാം പോരട്ടെ എന്ന് മാത്രമല്ല, എല്ലാം എനിക്ക് മാത്രമാണ്, എൻ്റെ കുടുംബത്തിന് മാത്രമാണ്. ആ ഒരു സംസ്കാരത്തിലേക്ക് നമ്മൾ വളർന്നുകൊണ്ടിരിക്കുക. അതേസമയം എല്ലാ ദേവന്മാരും ദേവിമാരും നോക്കൂ, കൃഷ്ണനും രാധയും ശ്രീരാമനും കൈകൾ എങ്ങനെ ഇരിക്കണ? അതാണ് ദേവ സംസ്കാരം, കൊടുക്കുന്ന സംസ്കാരം. ദേവത, ദേനേവാല, കൊടുക്കുന്നവർ. പക്ഷെ നമ്മളിപ്പോ എങ്ങനെ ഇരിക്കണ? നമ്മുടെയൊക്കെ കൈകള് ഇങ്ങനെയല്ല. അതാണ് നീണ്ട യോജനയുള്ള കൈകള്, യോജനയോളം നീളമാണ് കൈകൾക്ക്. നമുക്കിപ്പോ വേണമെന്ന് മാത്രമല്ല, പിടിച്ച് പറിക്കുക. ആ രാക്ഷസീയ സംസ്കാരം, അതിനെയാണ് ഉപഭോഗ സംസ്കാരം എന്ന് പറയണം. അങ്ങനെ ഒരു ജീവിതത്തിന് നമ്മൾ അടിമകളായിട്ട് മാറിക്കൊണ്ടിരിക്കുക. എത്രത്തോളം നമ്മളിൽ ഭോഗ സംസ്കാരം കൂടുന്നോ മുഴുവൻ ലോകത്തിൽ നമ്മൾക്ക് കാണാൻ കഴിയും നമ്മളെ കൂടുതൽ കൂടുതൽ ഭോഗിയാക്കാനുള്ള സാധനങ്ങളും സാമഗ്രികളും അറേഞ്ച്മെന്റ്, അതിനനുസരിച്ചുള്ള എല്ലാത്തിലും നോക്കൂ, കളികളാകട്ടെ ക്ലബ്ബാകട്ടെ, എല്ലാ സാധനങ്ങളും സാമഗ്രികളും അങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കുക, കൂട്ടിക്കൂട്ടി കൊണ്ടുവന്നുകൊണ്ടിരിക്കുക. കാരണം നമ്മുടെ ഭോഗ സംസ്കാരം കൂടുകയാണ്. അപ്പൊ അതിനനുസരിച്ചുള്ള സാധനങ്ങളും സാമഗ്രികളും ലോകത്തും കൂടിക്കൊണ്ടിരിക്കുകയാണ്. പണ്ട് നോക്കും, നമ്മുടെ മക്കളൊക്കെ പുറത്തു പോയിട്ട് ഗ്രൗണ്ടിൽ പോയി കളിക്കും. ഇപ്പൊ എല്ലാവർക്കും കളിക്കാൻ എന്തേ ഉള്ളൂ? അത് കുട്ടികളാകട്ടെ വയസ്സായവരാകട്ടെ രാവിലെ മുതൽ എല്ലാവരുടെയും തല കുനിഞ്ഞായിരിക്കണം. വീട്ടിലൊരാൾ വന്നാൽ പോലും ആരും നിവർന്നു നോക്കാനില്ല. ആരെങ്കിലും വന്ന് നമസ്കാരം, നമസ്കാരം. നമുക്കിതിന്ന് തല നിവർത്താൻ സമയമില്ലല്ലോ. നമുക്കെല്ലാം വേണം ആവശ്യത്തിന്. ഇത് നമ്മൾ വേണം ഈ സാധനത്തെ ഉപയോഗിക്കാൻ, ഫോണിനെ. ഇപ്പൊ നമ്മളെ അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെ ഭോഗി പറയുന്നത്. പക്ഷെ ഭഗവാൻ നമുക്ക് നൽകിയ മാർഗം യോഗി ജീവിത മാർഗമാണ്. അതാണ് രാമായണവും ഗീതയെല്ലാം നമുക്ക് നൽകുന്ന സന്ദേശം. യോഗി ജീവിതത്തിലേക്ക് മക്കളെ തിരിച്ച് വരും. ഭോഗി ജീവിതം എന്താ തരുന്നത്? അതാണ് കാണിക്കണേ. ഗീതയുടെ അവസാനം നോക്കിക്കോളൂ, രാമായണത്തിന്റെ അന്ത്യത്തിൽ എന്താ കാണണേ? ഭോഗ സംസ്കാരം സർവനാശത്തിലേക്ക് കൊണ്ടുപോവുക. അധർമ്മം, ഭോഗി ജീവിതം അതിന് നാശമാണ്. ആര് യോഗി ജീവിതം ജീവിക്കുന്നോ, ആര് ധർമ്മത്തിന്റെ വഴിയിൽ സഞ്ചരിക്കുന്നോ അവർക്ക് വിജയം. അപ്പൊ ധർമ്മത്തിന് ആത്യന്തിക വിജയം, അധർമ്മത്തിന് നാശം. യോഗി ജീവിതം ഭഗവാനോടൊപ്പം ഭഗവാന്റെ നിർദ്ദേശപ്രകാരം യോഗ്യമായ ജീവിതം ജീവിക്കുന്നവർക്ക് വിജയം. അയോഗ്യ ജീവിതം ആര് ജീവിക്കുന്നു, അധാർമിക ജീവിതത്തിലേക്ക് പോകുന്നു, ഭഗവാനിൽ നിന്ന് വിയോഗം ആർക്കുണ്ടായോ അവർക്ക് നാശം. അതാണ് പാണ്ഡവരുടെ ജയവും കൗരവരുടെ പരാജയം. യോഗ്യാണ്, കൂടെ ഭഗവാനുണ്ട്, മറ്റവര് വിയോഗിയാണ്, അതുകൊണ്ട് തോറ്റുപോയി. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും എന്താ മനസ്സിലാക്കേണ്ടത്? കബന്ധന്മാരാകരുത്. ആ സന്ദേശം തരാണ്. നമുക്കെല്ലാം വേണം ഉപയോഗിക്കാൻ. പക്ഷെ ഈ സാധനങ്ങളും സാമഗ്രികളും ഒന്നും വ്യക്തികളും ഒന്നും നമ്മളെ ഉപയോഗിക്കരുത്. അത്രയും ശക്തി നമ്മുടെ പക്കലുണ്ടാവണം. കഴിക്കണം, കുടിക്കണം, വസ്ത്രം ധരിക്കണം, പൈസ വേണം, വീട് വേണം, എല്ലാം നമുക്ക് ജീവിക്കാൻ ആവശ്യം. പക്ഷെ നമ്മുടെ ജീവിതം ഇതിനു വേണ്ടി മാത്രമല്ല. പിന്നെ കാലില്ല എന്ന് പറഞ്ഞാൽ തന്നെ എന്താ അർത്ഥം? വളർച്ചയില്ല, ജീവിതത്തിന് ഉന്നതിയില്ല, പുരോഗതിയില്ല. നമ്മുടെ ജീവിതത്തിന് നാൾക്കുനാൾ പ്രോഗ്രസ് ഉണ്ടാകണം. പ്രോഗ്രസീവ് ലൈഫാണെങ്കിൽ സന്തോഷം ഉണ്ടാവും. വളർച്ചയ്ക്ക് ലക്ഷണമുണ്ട്, വളർച്ചയുടെ ലക്ഷണം കാണപ്പെടുന്നു. അത് നമുക്ക് സന്തോഷം തന്നുകൊണ്ടിരിക്കും, ജീവിതത്തിൽ ഐശ്വര്യം വന്നുകൊണ്ടിരിക്കും. അതാണ് വ്യക്തിയുടെ വളർച്ചയുടെ ലക്ഷണം എന്ന് പറയുന്നത്. ആ ഒരു വളർച്ച നമുക്ക് വേണം. അതുകൊണ്ട് കബന്ധൻ നോക്കൂ, കബന്ധൻ ആയത് ശാപം കൊണ്ടാണ്. ഒരു നല്ല ഗന്ധർവനായിരുന്നു. ആ ഗന്ധർവൻ എന്ത് ചെയ്തു? ഒരിക്കൽ അഷ്ടാവക്രനെ കളിയാക്കി ചിരിച്ചു. അഷ്ടാവക്രനെ കുറിച്ച് കേട്ടിട്ടില്ലേ? 8 വളവുകളുള്ള ആളാണ്. പക്ഷെ അതിബുദ്ധിമാനാണ്, വളരെ ശ്രേഷ്ഠമായ ഒരു യുഗിയാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ജനകന്റെ ഗുരുവാണ് അഷ്ടാവക്രൻ. ജനകന് പോലെ ജ്ഞാനം കൊടുത്ത ആളാണ്. അത്ര സർവശ്രേഷ്ഠനായ ഒരാള്. അപ്പൊ അദ്ദേഹത്തെ കളിയാക്കി ചിരിക്കും. ഈ 8 വളവുകൾ കണ്ടിട്ട് കളിയാക്കി ചിരിക്കും ഈ ഗന്ധർവൻ, പരിഹസിക്കും. അപ്പൊ ശാപം കിട്ടാണ്. അങ്ങനെ ഗന്ധർവൻ ശാപത്താൽ കബന്ധനായിട്ട് പോവാണ്. അവിടെ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടേ?
അഷ്ടാവക്രൻ, 8 വളവുകൾ. 8 വളവുകൾ എന്ന് പറഞ്ഞാൽ 8 ശക്തികളാണ്. വളയാനുള്ള കഴിവ് ജീവിതത്തിൽ. കാരണം നമുക്ക് ബെൻഡ് ചെയ്യാൻ കപ്പാസിറ്റി ഇല്ലെങ്കിൽ എന്താവും? എൻഡായി പോവും. ജീവിതം അവിടെ നിന്നു പോവും, അവസാനിക്കും. ബെൻഡിങ് കപ്പാസിറ്റി വേണം ലൈഫിൽ. എവിടെ വളയണം, എവിടെ മോൾഡാകണം, എത്രത്തോളം മോൾഡാകണം, അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഒരിക്കലും കുറച്ച് വെള്ളത്തിൽ തവളയിട്ട് വെള്ളം തിളപ്പിച്ചുകൊണ്ടിരുന്നു. ആ തവള വെള്ളത്തിൽ കിടക്കുക, വെള്ളം ഇങ്ങനെ ചൂടായിക്കൊണ്ടിരിക്കുക. തവള വിചാരിച്ചു, ചൂടാവണല്ലേ ഉള്ളൂ, പതുക്കെ ചാടാം. പിന്നെയും തീ കൂടിക്കൊണ്ടിരിക്കുക, വെള്ളം തിളച്ചുകൊണ്ടിരിക്കുക. ചാടാം ചാടാം ചാടാം, കുറച്ച് തീയല്ലേ ഉള്ളൂ, കുറച്ച് ചൂടല്ലേ ഉള്ളൂ വെള്ളത്തിന്. വിചാരിച്ചിരുന്നു. വെള്ളത്തിന് എന്ത് ചെയ്യാൻ തുടങ്ങി? തീ കൂടാൻ തുടങ്ങി. തീ കൂട്ടി വന്നപ്പോൾ വെള്ളം തിളയ്ക്കാൻ തുടങ്ങി. പതുക്കെ പതുക്കെ ഇതിൻ്റെ കാലുകൾ കുഴയാൻ തുടങ്ങി, ചൂട് തട്ടിയിട്ട്. പിന്നെ ചാടാൻ പോലും ശക്തിയില്ല. നമ്മൾ അങ്ങനെ ആകരുത്. ശരിയാവും 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 എന്ന് പറഞ്ഞാൽ വെറുതെ ഇരിക്കാനും പാടില്ല. നമ്മൾ നോക്കണം. ഒരു സാഹചര്യം ജീവിതത്തിൽ വരുമ്പോൾ, ഓരോ സമസ്യകളും സാഹചര്യങ്ങളും വരുമ്പോൾ നമുക്ക് എവിടെ എങ്ങനെ ചാടി മുന്നോട്ട് പോകണം. ആ സമസ്യയിൽ പെട്ടിങ്ങനെ ഇരുന്നിരുന്ന് നിരാശ ബാധിച്ച് നമ്മൾ തളർന്നു പോരുത്. തളർന്നു പോയാൽ എന്താ സംഭവിക്കുക? നമുക്ക് ചാടി മറികടക്കാനുള്ള ശക്തി നഷ്ടപ്പെട്ടു. അതിനെക്കുറിച്ച്, ആ പ്രശ്നത്തെക്കുറിച്ച് ചിന്തിച്ചിരുന്ന് നമ്മുടെ കൈകാലം തളർത്തിക്കളയരുത്. അറ്റ്ലീസ്റ്റ് ക്രോസ് ചെയ്യണം. എനിക്കതിനെ പരിഹരിക്കാൻ പറ്റണില്ലെങ്കിൽ പോലും എനിക്ക് എൻ്റെ ജീവിതത്തെ അതിൻ്റെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റണം. കൊണ്ടുപോകണമെങ്കിൽ നമ്മുടെ ഉള്ളിലെ കരുത്ത് വേണം. അതിനാണ് അഷ്ടശക്തികൾ വേണമെന്ന് പറയണം. അപ്പൊ യോഗി ജീവിതത്തിലെ ശക്തികൾ കിട്ടും. യോഗശാസ്ത്രം എന്ന് പറഞ്ഞാൽ അതിൽ ആസനങ്ങളൊന്നും മാത്രമേ ഉള്ളൂ. ബാക്കി യോഗി ജീവിത ശൈലികളാണ് 7 എണ്ണം. അഷ്ടാംഗ മാർഗങ്ങളാണ്. അത് നമ്മുടെ ചിന്ത എങ്ങനെയായിരിക്കണം, വാക്ക് എങ്ങനെയായിരിക്കണം, പ്രവൃത്തി എങ്ങനെയായിരിക്കണം, ഭക്ഷണം എങ്ങനെയായിരിക്കണം, ലൈഫ് സ്റ്റൈൽ എങ്ങനെയായിരിക്കണം, ടോട്ടൽ ജീവിതം എങ്ങനെ ശുദ്ധിയാക്കി കൊണ്ടുപോകണം. ആ ശുദ്ധിയുള്ളവർക്ക് മാത്രമേ എക്സസൈസ് ചെയ്താൽ പോലും മനസ്സിനും വാക്കിലും പ്രവൃത്തിയിലും ഭക്ഷണത്തിലും ചിന്തകളിലും പൈസ സമ്പാദിക്കുന്നതിലും ആൾക്കാരോട് ഇടപഴകുന്നതിലും എല്ലാം ഒരു ശുദ്ധമായ ജീവിതം ജീവിക്കുന്ന ഒരാൾ മാത്രമേ യോഗാസനം പോലും ചെയ്തിട്ട് അതിൻ്റെ ലാഭം ഉണ്ടാവുള്ളൂ. എനിക്കൊരു മാഷിനെ അറിയാം, യോഗാസനം പഠിപ്പിക്കണം. ഒരു നല്ല മാഷുണ്ട്. അദ്ദേഹം ക്ലാസ്സിൽ ആദ്യം തന്നെ പറയും, കള്ള് കുടിക്കുന്ന ശീലം ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ആസനം പഠിക്കാൻ വരണ്ട, മാംസം കഴിച്ചിട്ട് ഇങ്ങോട്ട് വരണ്ട, പുക വലിക്കുന്ന ശീലം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വരണ്ട, അവിടെ ഇരുന്നോ, നിങ്ങൾ അതും കുടിച്ച് അങ്ങനെ പൊക്കോളൂ. നിങ്ങൾക്ക് യോഗ പഠിക്കാൻ പറഞ്ഞിട്ടില്ല, നിങ്ങൾക്ക് അതിനുള്ള യോഗ്യതയില്ല. ഇത് ചെയ്യണമെങ്കിലും ചില യോഗ്യതകൾ വേണം. ആദ്യം കണ്ടീഷൻസ് പറയും. ഇതൊക്കെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ മാത്രം യോഗാസനം പഠിക്കാൻ വന്നാൽ മതി. കാരണം എന്താ? ദിവസവും ആസനങ്ങളും ചെയ്യും, എക്സസൈസും ചെയ്യും. പിന്നെ അത് 1 മണിക്കൂർ രാവിലെ ദിവസവും ആസനങ്ങളും എക്സസൈസും പ്രാണായാമം എല്ലാം 1 മണിക്കൂർ. ബാക്കി 23 മണിക്കൂർ ഭോഗി ജീവിതം. ഒന്നുമില്ലായികയില്ല, ഉണ്ട്. ഭോഗിയായിട്ട് ജീവിക്കുക. അതിലൂടെ നമുക്ക് ലാഭം ഒരിക്കലും ഉണ്ടാവില്ല. എൻ്റെ 24 മണിക്കൂർ ജീവിതവും ഞാൻ യോഗി ജീവിതമായിരിക്കണം. നിദ്ര പോലും യോഗ നിദ്ര എന്നാ പറയാ. ഉറങ്ങുന്ന സമയത്ത് പോലും കണ്ടാ അറിയാം വ്യക്തി ഭോഗിയാണോ യോഗിയാണോ. സുഖമായിട്ട് നമുക്ക് ഉറങ്ങാൻ പറ്റണം. രാത്രി പോയി കിടക്കുമ്പോൾ സുഖമായിട്ട് ഉറങ്ങാൻ പറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? പകൽ സമയത്ത് 15 മണിക്കൂർ ഞാൻ ഉണർന്നിരുന്നപ്പോ എന്തൊക്കെ ചെയ്തു. അപ്പൊ യോഗിയായിട്ട് ജീവിച്ചാലേ കിടന്നുറങ്ങുമ്പോൾ നിദ്ര പോലും യോഗ നിദ്രയാകുള്ളൂ. അല്ലെങ്കിൽ പോയി കിടന്ന സ്വസ്ഥമായിട്ട് ഉറക്കം വരില്ല. തിരിഞ്ഞും മറിഞ്ഞും കിടക്കും, ഉറക്കം വരില്ല. ഇനി ഉറക്കം വന്നാലും ദുസ്വപ്നങ്ങൾ. കാരണം പകൽ മുഴുവൻ ചെയ്തു കൂട്ടിയത് കാട്ടിക്കൂട്ടിയതെല്ലാം നമ്മളെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് യോഗി ജീവിതം എന്ന് പറയുന്നത് 24 hours ലൈഫാണ്. നമ്മുടെ മുഴുവൻ ജീവിത ശൈലി ശുദ്ധമായിരിക്കണം. അപ്പോൾ അതില് യോഗി ജീവിതത്തിൽ അതൊരു ലൈഫ് സ്റ്റൈലാണ്. അത് നമ്മുടെ മനസ്സിൻ്റെ അവസ്ഥയാണ്. അപ്പം എങ്ങനെയാണോ യോഗാസനം ചെയ്യാൻ വേണ്ടി നമ്മളോട് പറയില്ല, ഓരോ ആസനങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരും. വജ്രാസനം അല്ലേ, അതിന് ഓരോ ആസനങ്ങൾക്ക് ശരീരത്തിന് നമ്മൾ ഓരോ പോസ്റ്ററുകളിൽ ഇരുത്തുന്നത് പോലെ നമ്മുടെ മനസ്സിന് ചില ആസനങ്ങൾ ആവശ്യമുണ്ട്. സ്റ്റേറ്റ് ഓഫ് മൈൻഡ്, മനുഷ്യൻ്റെ മനസ്സിൻ്റെ സ്ഥിതി
മനോവിചാരങ്ങൾ, മനോസ്ഥിതി, അതിൽ ശാന്തത വരണം, അതിൽ ശുദ്ധത വരണം, അതിൽ വിനയം വരണം, അതിലേക്ക് സത്യത വരണം, അവിടെ സഹിക്കാനുള്ള ശക്തി വേണം, അവിടെ ക്ഷമിക്കാനുള്ള ശക്തി വേണം. ആ 8 വളവുകൾ എന്ന് പറയുന്നത് ഈ ശക്തികളാ. ആ ശക്തികളെ കാര്യങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതാ. അല്ലാതെ 8 വളവോട് കൂടിയ ഒരാളുണ്ടായിരുന്നു എന്നുള്ളതല്ല. ആ ശക്തികളെ കാര്യങ്ങളിൽ ഉപയോഗിച്ച ആള്, സമയത്തിന് ഏത് ശക്തി വേണോ ആ ശക്തിയെ കാര്യങ്ങളിൽ ഉപയോഗിക്കുക. കാരണം നമ്മൾ സർവശക്തന്റെ മക്കളാ. അപ്പൊ ഈശ്വരീയ സ്വത്തായിട്ട് നമുക്ക് കിട്ടിയതാണ് ശക്തികൾ. പക്ഷെ ഇപ്പൊ കൂടുതൽ എന്താ സംഭവിക്കുന്നത്? നമ്മൾ നമ്മുടെ സ്വത്ത് സമ്പാദിക്കാനുള്ള ഓട്ടത്തിന്റെ ഇടയിൽ നമ്മുടെ ഒറിജിനൽ സ്വത്തുകളൊക്കെ നമ്മൾ ബലി കഴിക്കുക. ആൾക്കാർ കണ്ടിട്ടില്ലേ, പൈസ സമ്പാദിക്കാൻ ഓടും. ചെറുപ്പക്കാലം മുഴുവൻ പൈസ സമ്പാദിക്കാനുള്ള ഓട്ടം. ആ ഓട്ടത്തിന്റെ ഇടയിൽ ഹെൽത്തും നോക്കില്ല. ഹെൽത്തും നമ്മുടെ ഒരു വെൽത്താണ്. ആരോഗ്യം ഉണ്ടെങ്കിൽ അവസാനം വരെ നമുക്ക് സുഖമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. പക്ഷേ സമ്പാദിക്കാനുള്ള ഓട്ടത്തിന്റെ ഇടയിൽ ശാരീരിക ആരോഗ്യത്തിലും ശ്രദ്ധയില്ല, മനസ്സിന്റെ ആരോഗ്യത്തിലും ശ്രദ്ധയില്ല, ആത്മീയ ആരോഗ്യത്തിലും ശ്രദ്ധയില്ല. എന്നിട്ട് അവസാനം സമ്പാദിച്ച് റിട്ടയർ ആകുമ്പോൾ എന്താവും? പിന്നെ ഈ കൂട്ടി വെച്ച് സമ്പാദിച്ച സ്വത്ത് മുഴുവൻ കൊണ്ടുപോയിട്ട് ആശുപത്രി കൊടുക്കാനേ ഉള്ളൂ. എന്തിനു വേണ്ടിയാ ഓടിയത്? സമ്പത്തുണ്ടാക്കാൻ. സമ്പത്തുണ്ടാക്കാനുള്ള ഓട്ടത്തിൽ നമ്മൾ നമ്മുടേതായ സ്വത്ത്, നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത്, മെന്റൽ ഹെൽത്ത്, സ്പിരിച്വൽ ഹെൽത്ത്, നമ്മുടെ മൂല്യങ്ങള്, സോഷ്യൽ ഹെൽത്ത്, ഇതെല്ലാം നഷ്ടപ്പെടുത്തുക. അവസാനം സമ്പാദിച്ചു വെച്ച പൈസയും കൂടെ അവരുടെ അടുത്തേക്ക് പോവും, ആശുപത്രികളിലും പോവാണ്. കാരണം ഭോഗി ജീവിതമാണ്. ആ ഭോഗി ജീവിതത്തിൽ നമ്മൾ സമ്പാദിച്ചു കൂട്ടിയത് അവസാനം കൊണ്ട് ഡോക്ടറെ അടുത്ത് കൊടുക്കാനായിട്ട് നഷ്ടപ്പെട്ടു പോവുക. നമുക്ക് മൂല്യങ്ങൾ ബലി കഴിക്കാൻ യാതൊരു മടിയില്ലാത്ത അവസ്ഥയാണ്. അതാണ് നമ്മുടെ ഒറിജിനൽ സ്വത്ത്. പക്ഷെ പൈസ സമ്പാദിക്കാനുള്ള ആർത്തിയിൽ എന്ത് ചെയ്യും? ഒറിജിനൽ സ്വത്ത് ഒന്ന്, ഹെൽത്ത് ഒരു വെൽത്താണ്. അടുത്ത നമ്മുടെ വെൽത്ത് ഏതാണ്? നമ്മുടെ ക്യാരക്ടർ, നമ്മുടെ ഗുണങ്ങള്, നമ്മുടെ ശക്തികള്, ഇതിനെല്ലാം നമ്മൾ ബലി കഴിക്കും. അപ്പോൾ നമ്മുടെ ഒറിജിനൽ വെൽത്ത് എന്ത് ചെയ്യാണ്? നഷ്ടപ്പെടാണ്. അതാണ് രാമൻ എന്ന് പറയുന്ന സമ്പത്ത്, സ്വത്ത് സീതയ്ക്ക് നഷ്ടമായത്. അപ്പൊ കബന്ധൻ നമുക്ക് നൽകുന്ന പാഠം എന്താണ്? കബന്ധന അവസാനം എന്താ ചെയ്യണേ? രാമലക്ഷ്മണന്മാര് വെട്ടി നുറുക്കി അഗ്നിയിലിട്ട് കത്തിച്ചു കളയാണ്. അപ്പോഴാണ് അഗ്നിയിൽ നിന്ന് ഗന്ധർവൻ പുറത്തു വരും, ശാപമോക്ഷം. യോഗ അഗ്നിയിൽ ഭസ്മാക്കണം. ഈ ഉപഭോഗ സംസ്കാരം മാറണമെങ്കിൽ എന്ത് ചെയ്യണം? എത്രത്തോളം ഉപഭോഗ സംസ്കാരം നമ്മളിലുണ്ടോ, ഇന്ദ്രിയങ്ങളുടെ പിന്നാലെ, സാധനങ്ങളുടെ പിന്നാലെ, അല്ലെ, സാമഗ്രികളുടെ പിന്നാലെ, കാമത്തിന്റെ, ക്രോധത്തിന്റെ, ലോഭത്തിന്റെ, മോഹത്തിന്റെ, അഹങ്കാരത്തിന്റെ, അസൂയയുടെ, വെറുപ്പിന്റെ, വിദ്വേഷത്തിന്റെ, ഇതിന്റെ പിന്നാലെയുള്ള നമ്മുടെ ഈ ഓട്ടം, കൈക്കോട്ടും കൊണ്ട് നടന്നുള്ള ഈ വലിച്ചു വാരി കൂട്ടാനുള്ള നമ്മുടെ ടെൻഡൻസി മാറണമെങ്കിൽ യോഗ അഗ്നി വേണം. ആത്മാവിന് എന്ത് ചെയ്യണം? പരമാത്മാവിനെ ഓർമ്മിച്ച് യോഗത്തിലൂടെ ശക്തികളെ നമുക്ക് ഡെവലപ്പ് ചെയ്യാനും ആ ശക്തികളെ കാര്യങ്ങളിൽ രാവിലെ മുതൽ വൈകുന്നത് വരെ ഉപയോഗിക്കാനും കഴിയും. ശക്തികളുണ്ടെങ്കിൽ നമുക്ക് ബെൻഡാവാൻ പറ്റും, മോൾഡാകേണ്ടടുത്ത് മോൾഡാക്കാൻ പറ്റും. അപ്പൊ നമുക്ക് അല്പസമയം ധ്യാനത്തിലിരിക്കും. കബന്ധൻ ഭോഗി ജീവിത സംസ്കാരത്തിൻ്റെ പ്രതീകമാണ്. ഈ കലിയുഗ കാലഘട്ടത്തിൽ ഉപഭോഗ സംസ്കാരം പടർന്നു പന്തലിച്ചിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളിൽ ഞാൻ കബന്ധനെ പോലെ ഒരു ഭോഗിയല്ലല്ലോ. പൈസ ഉണ്ടാക്കുക, അന്നം ഉണ്ടാക്കുക, കേവലം കഴിക്കുക, കുടിക്കുക, ഉറങ്ങുക, ജീവിതം തള്ളി നീക്കി കൊണ്ടുപോകുക. അങ്ങനെ ഒരു ഭോഗി ജീവിതമല്ലല്ലോ ജീവിക്കുന്നത്.
ദിവസവും രാവിലെ ഉണരുന്നത് മുതൽ രാത്രി ഉറങ്ങാൻ പോകുന്നത് വരെയുള്ള അവനവൻ്റെ ജീവിതത്തെ ഒന്ന് വിലയിരുത്തൂ. കബന്ധനെ പോലെ ഈ ഇന്ദ്രിയങ്ങളിലൂടെ ഉപഭോഗം മാത്രമല്ലല്ലോ നടത്തുന്നത്. ഈ കർമ്മേന്ദ്രിയങ്ങളെ എത്രത്തോളം എനിക്ക് സദുപയോഗം ചെയ്യാൻ കഴിയുന്നുണ്ട്? എത്രത്തോളമാണ് ഞാൻ എൻ്റെ ഈ ജീവിതം കൊണ്ട് കോൺട്രിബ്യൂഷൻ, സംഭാവന എൻ്റെ കുടുംബത്തിനും എൻ്റെ നാടിനും എൻ്റെ സമൂഹത്തിനും നൽകുന്നത്? ഞാൻ ഉപഭോഗം മാത്രം ചെയ്യുന്ന ആളാണോ, കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആളാണോ? യോഗി ജീവിതം ഉപഭോഗ സംസ്കാരത്തെ സംസ്കരിക്കാൻ സഹായിക്കും. രാമന്റെ സാന്നിധ്യം, ലക്ഷ്യബോധം, ജീവിത ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ട് പരമാത്മാവാകുന്ന രാമനെ സ്മരിച്ച് ആത്മാവാകുന്ന എനിക്ക് സർവശക്തികളാലും അന്തരാത്മാവിനെ സശക്തമാക്കേണ്ടതിൻ്റെ ആവശ്യകത ബോധ്യപ്പെടുകയാണ്. യോഗി ജീവിതം ജീവിതശൈലിയാണ്. ജീവിതം ടോട്ടൽ ലൈഫ് സ്റ്റൈൽ, യോഗി ജീവിതശൈലി, യോഗ്യമായ ജീവിതം, ഭഗവാനുമായി യോഗം വയ്ക്കുന്ന ജീവിതം, സർവരോടൊപ്പം സഹയോഗിയായിട്ടുള്ള ജീവിതം. ഇങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന ബോധം ഉണർന്നിരിക്കുന്നു. ഓം ശാന്തി.